നമസ്കാരം. കൊടിക്കുന്നിൽ സുരേഷ് പുതിയ KPCC പ്രസിഡന്റ്. നാഥനില്ല കളരിയായി മാറി ഇന്ദിരാഭവൻ. KPCC അധ്യക്ഷനെയും മറ്റ് ഭാരവാഹികളെയുമൊക്കെ തിരഞ്ഞെടുക്കുന്നതിലുള്ള അനിശ്ചിതത്വം അത് നീളുന്നതോടെ കോൺഗ്രസിലും UDFിലുമൊക്കെ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. ഒരു UDFിൻ്റെ യോഗം വിളിക്കണമെങ്കിൽ KPCCക്ക് പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കേണ്ടി വരും. അത്തരത്തിൽ സാഹചര്യത്തിൽ നിൽക്കുകയാണ്. മാത്രമല്ല UDF അധികാരത്തിലെത്തി 2 മാസമാകാൻ പോകുന്നു. ഈ 2 മാസത്തിലേക്ക് എത്തുമ്പോൾ പോലും ഇന്ദിരാഭവനിൽ അല്ലെങ്കിൽ UDFിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്വീകരണം മുഖ്യമന്ത്രിക്ക് കൊടുക്കുവാൻ തന്നെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പ്രത്യേകത കൂടി ഈ പാർട്ടിക്കുണ്ട്. കോൺഗ്രസ് സത്യത്തിൽ ഇപ്പോൾ നാഥനില്ല കളരിയായി മാറിക്കഴിഞ്ഞു. നേതാവില്ലാതെ KPCC പുതിയ അധ്യക്ഷൻ എന്ന് വരുമെന്ന് കാത്തിരിക്കുന്ന അണികളാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെയൊന്നും ഇല്ലായിരുന്നു. രാഹുൽ ഗാന്ധി പുറത്തു പോയിട്ട് തിരിച്ചെത്തിയതോടുകൂടി ചർച്ചകൾ വീണ്ടും സജീവമാവുകയും ചെയ്യുന്നുണ്ട്. കൊടിക്കുന്നിൽ വാനോളം പ്രതീക്ഷയിലാണ്. കാരണം കൊടിക്കുന്നിലിന് സ്ഥാനം ലഭിക്കും, KPCC പദവി ലഭിക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം. കാരണം AICCയുടെ പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയുടെ മനസ്സിൽ ഒരു ദളിത് നേതാവിന് അനുകൂലമാകുന്ന സാഹചര്യമാണ്. അത്തരത്തിലൊരു സാഹചര്യം മല്ലികാർജ്ജുന ഖാർഗെയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് കൊടിക്കുന്നിൽ സുരേഷിന് വലിയ സഹായകരമാകുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം. അതുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് KPCC പ്രസിഡന്റ് ആകുന്നതിൽ തെറ്റില്ല എന്നുള്ളത് തന്നെയാണ് സ്വാഭാവികമായിട്ടും ഉള്ള കോൺഗ്രസ്സുകാരുടെ ഒരു മനസ്സ്. പിന്നെ ഈ ഗ്രൂപ്പ് മാനേജർമാരുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നം. അവരില്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ് വളരെ മാന്യമായി ആ പദവി കൈകാര്യം ചെയ്ത് മുഖ്യമന്ത്രി VD സതീശനൊപ്പം ചേർന്ന് നിന്ന് ഭരണത്തിൽ വലിയ പിന്തുണയൊക്കെ കൊടുത്ത് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതാവ് കൂടിയാണ്. 7-8 പ്രാവശ്യം ലോക്സഭാ MP ആയിട്ടുള്ള വളരെയധികം പാർലമെൻ്ററി ജനാധിപത്യത്തിലേക്ക് വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരു നേതാവ് കൂടി തന്നെയാണ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവസരം കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ജാതിയുടെയോ മതത്തിൻ്റെ പേര് പറഞ്ഞിട്ടല്ല, അദ്ദേഹത്തിൻ്റെ അനുഭവ പാരമ്പര്യത്തിൻ്റെ പേരിൽ കൊടുത്താൽ മതി. അദ്ദേഹവും നല്ലൊരു KPCC പ്രസിഡന്റ് ആകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ സംവിധാനത്തിനെ UDFിൻ്റെ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ KPCCക്ക് നല്ലൊരു കരുത്തനായ 24 മണിക്കൂറും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു നേതാവിനെ ആവശ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ സംഘടനയിൽ അടിയന്തരമായിട്ട് നാഥനുണ്ടാകണമെന്ന ആവശ്യത്തിൽ UDF മുന്നണിയിലെ തന്നെ മറ്റ് ഘടകകക്ഷികളും അതൃപ്തി വളരെ കൃത്യമായി വ്യക്തമാക്കുകയാണ്. അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ വൈകുന്നതാണ് UDF യോഗങ്ങൾ ചേരുന്നതിന് പ്രധാനമായിട്ടുള്ള തടസ്സമായി നിൽക്കുന്നത്. ഇവിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിദേശ പര്യടനമൊക്കെ പൂർത്തിയാക്കി മടങ്ങിയെത്തിയതോടാണ് KPCC പ്രസിഡന്റ് ചർച്ചകൾക്ക് വീണ്ടും ജീവൻ വെച്ചിരിക്കുന്നത്. 3 ആഴ്ചയായിട്ട് വിദേശ പര്യടനത്തിലായിരുന്ന രാഹുലിൻ്റെ സമയം ലഭിച്ചാലേ AICC തലത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ സാധിക്കുന്നു എന്ന നിലപാടായിരുന്നു പാർട്ടി നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത്. രാഹുലുമായിട്ട് നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ മനസ്സാകും കൂടുതൽ നിർണായകം എന്നുകൂടി പറയട്ടെ. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ പേരാണ് ശക്തമായിട്ട് ഉയർന്നു കേൾക്കുന്നത്. AICC പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയുടെ മനസ്സ് ഒരു ദളിത് നേതാവിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് അനുകൂലമാണെന്നുള്ള റിപ്പോർട്ടുകൾ അടക്കം ഇപ്പോൾ കൊടിക്കുന്നിലിൻ്റെ സാധ്യതകളെ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. മുതിർന്ന നേതാവ് എന്ന നിലയിലും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ സംഘടനാ പരിചയ സമ്പത്തുള്ള വ്യക്തി എന്ന നിലയിലുമൊക്കെ കൊടിക്കുന്നിൽ സുരേഷിന് മുൻഗണന ലഭിച്ചേക്കാം. പക്ഷേ KCയുടെ മനസ്സ് അനുകൂലമായില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിടും. ഷാഫി പറമ്പിൽ, മാത്യു കുഴൽനാടൻ, ബെന്നി ബെഹനാൻ, ആൻഡോ ജോസഫ് എന്നിവരും KPCC അധ്യക്ഷ പദവി ആഗ്രഹിക്കുന്നുണ്ട്. ജോസഫ് വാഴക്കനായിട്ട് രമേശ് ചെന്നിത്തലയും ചില കരുക്കളൊക്കെ നീക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് പ്രശ്നം. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലേ, കരുത്തനായ ഒരു നേതാവ് അത് ആരെങ്കിലും ആകട്ടെ, അതിപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് വന്നു എന്ന് പറഞ്ഞാൽ അവിടെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തിന് കുറച്ചുകൂടി കൃത്യമായി പാർട്ടിയെ നയിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം തന്നെയാണ്. പക്ഷേ അവിടെയാണ് ഈ KC വേണുഗോപാലിനെ പോലൊരു മരവാഴ വലിയ വിഷയമുണ്ടാക്കുന്നത്. ഈ KCയുടെ ഒരു ഗ്രൂപ്പ് കളിയാണ് ഈ പാർട്ടി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഈ രാഹുൽ ഗാന്ധിക്കൊന്നും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയുടെ ഒരു അടിത്തറ തന്നെ ഇല്ലാതായിപ്പോകും. പകരം നല്ല ശക്തനായിട്ടുള്ളൊരു നേതാവിനെ KPCC അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്നു. അത് KC പക്ഷക്കാരനാണോ RC പക്ഷക്കാരനാണോ നോക്കേണ്ട ആവശ്യമില്ല. പാർട്ടിയെ കൊണ്ടുപോകുവാൻ, പാർട്ടിക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകി പാർട്ടിയെ നയിക്കാൻ കരുത്തനായിട്ടുള്ളൊരു നേതാവിനെയാണ് ആവശ്യം. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ കൊടിക്കുന്നിൽ സുരേഷ് തന്നെ ആകണമെന്നില്ല. പക്ഷേ അദ്ദേഹം ആയാലും ഒരു പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത്. പകരം അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ KCയുടെ പക്ഷക്കാരനായിട്ട് വരുന്ന ഷാഫി പറമ്പിൽ, മാത്യു കുഴൽനാടൻ, ബെന്നി ബെഹനാൻ, ആൻഡോ ജോസഫ് ഇങ്ങനെയുള്ള 3-4 പേര് ഈ KPCC അധ്യക്ഷ പദവിയൊക്കെ മോഹിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് KC വേണുഗോപാൽ എന്താണോ പറയുന്നത് അതേ നടക്കൂ. KCക്ക് ആഗ്രഹം ഷാഫി പറമ്പിലിനെ ഈ പറയുന്ന KPCC അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ അത് നടക്കുന്ന കാര്യമല്ല. കാരണം ഷാഫി പറമ്പിൽ ഇനിയും കാലം ഒരുപാടുണ്ട്. ബാക്കിയുള്ള എത്രയോ പേരുണ്ട്, അവരിലാരെങ്കിലും ആകട്ടെ. പകരം അതുമാത്രമല്ല, ഇപ്പോൾ ഇവിടെ കൊടിക്കുന്നിൽ സുരേഷിനെ പോലൊരാൾക്ക് എന്തുകൊണ്ടും യോഗ്യതയുണ്ട്, അദ്ദേഹം അയോഗ്യനല്ല
ഈ ആൻഡോ ജോസഫിനെക്കാട്ടിലൊക്കെ എന്തുകൊണ്ടും കേമൻ തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷ്. ബെന്നി ബെഹനാനെക്കാട്ടിലും കാര്യക്ഷമതയോട് പ്രവർത്തിക്കാൻ കഴിയുന്ന സംഘടനാ പരിചയമുള്ള വ്യക്തി തന്നെയാണ്. പിന്നെ മാത്യു കുഴൽനാടും ഷാഫി പറമ്പിലും ഒക്കെ ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് വന്നവരാണല്ലോ. പിന്നെ മാത്യു കുഴൽനാടൊന്നും ഒരു സംവിധാനത്തിനെ KPCC പോലൊരു കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന കുടുംബത്തിനെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാൻ കഴിയില്ല. അവരുടെ മനസ്സിനകത്ത് പലരോടുമുള്ള വിരോധവും വ്യക്തിവിരോധവും ഒക്കെ വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിപ്പോൾ സതീശനോടുള്ള വ്യക്തിവിരോധമാണെങ്കിൽ കൂടിയും അത് പുറമേ ഉണ്ടാകും. പക്ഷേ അത്തരത്തിൽ പരസ്പരം തമ്മിൽ തല്ലുന്ന രണ്ടുപേർ ചേർന്നിട്ട് ഒരു സർക്കാർ കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ സതീശനുമായിട്ട് ചേർന്ന് പോകുന്ന ഒരാളായിരിക്കണം KPCC പ്രസിഡന്റ് ആവേണ്ടത്. മാത്രമല്ല ആ KPCC പ്രസിഡന്റിൻ്റെ വാക്കുകൾ വളരെ ശക്തവും കൃത്യവുമാവുകയും വേണം. അങ്ങനെയുള്ള ആൾക്ക് മാത്രമേ അതിൽ നിന്ന് പോകാൻ പറ്റൂ. അല്ലാതെ ഈ നമ്മൾ പറയാറുണ്ടല്ലോ, ഈ മാത്യു കുഴൽനാടനെ പോലുള്ളവരുടെ ഒരു പ്രത്യേകത, അവർക്ക് KC പക്ഷക്കാരനാണ്. ആ KC പക്ഷത്തോട് ചേർന്ന് KC പക്ഷ പറയുന്നത് എന്തും അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നൊക്കെ പറഞ്ഞാൽ KCയുടെ വാക്ക് കേട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പാർട്ടി പിന്നെ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? KCക്കൊക്കെ ഈ രാഷ്ട്രീയം എന്നതിനപ്പുറം ഈ പറയുന്ന ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വീതം വയ്ക്കാനാണ് ഇഷ്ടം. അത് ഈ രാഷ്ട്രീയ പാർട്ടിക്ക്, ഈ UDFന് കോൺഗ്രസ്സിന് ഒട്ടും ചേർന്നതല്ല. അപ്പോൾ അതുകൊണ്ട് മാത്യു കുഴൽനാടൊക്കെ മിടുക്കനാണ്. വളരെ കൃത്യമായിട്ട് പഠിച്ച് കാര്യങ്ങൾ പറയുന്ന വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിന് അധ്യക്ഷ പദവിയൊക്കെ നൽകുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ അദ്ദേഹം അടിമയായി പോകുന്നു, KC വേണുഗോപാലിൻ്റെ അടിമ. അത് വേണ്ട. അതല്ലാതെ ഒരു കോൺഗ്രസ്സുകാരനായിട്ട് നിന്നാൽ അദ്ദേഹവും ഇതിന് ഈ പറയുന്ന ഫിറ്റ് ഫോർ ദ ജോബ്, ഈ പണിക്ക് ചേർന്ന ആൾ തന്നെയാണ്, KPCC പദവിക്ക് അർഹം തന്നെയാണ്. പക്ഷേ ഇപ്പോഴല്ല എന്ന് മാത്രം. ഷാഫി പറമ്പിലാണെങ്കിലും ഇനിയും സമയമുണ്ട്. പക്ഷേ ഷാഫി പറമ്പിൽ വരുത്തി വെച്ച വിനയാണിത്. കാരണം ഷാഫി പറമ്പിൽ ഒരേ സമയം സതീശനോടൊപ്പം നിൽക്കുകയും എന്നിട്ട് പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്തപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു വല്ലാത്ത മുഖം ഷാഫി പറമ്പിലുണ്ടായിപ്പോയി. ഷാഫി പറമ്പിലിനെ അതുകൊണ്ട് തന്നെ ഇനി എത്രയൊക്കെ വെള്ളപൂശിയെടുത്താലും ജനങ്ങളുടെ മനസ്സിൽ വീണുപോയ ആ കറുത്ത പാട് മാറ്റിയെടുക്കാൻ കഴിയില്ല ഷാഫി. അതുകൊണ്ട് താങ്കളെ സ്നേഹിച്ചിരുന്ന ഒരു വലിയ സമൂഹം ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്തിൻ്റെ എല്ലാ മേഖലയിലും, എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ ഇടങ്ങളിലും, എല്ലാ തീയതികളിലും എപ്പോഴൊക്കെ നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ അപ്പോഴൊക്കെ ജനങ്ങൾക്ക് ഈ പറയുന്ന ഷാഫി പറമ്പിലിനോടൊപ്പം നിന്നിട്ടുണ്ട്. പക്ഷേ ഷാഫി പറമ്പിൽ പിന്നിൽ നിന്ന് കുത്തുന്നവനാണെന്ന് ജനം തിരിച്ചറിഞ്ഞ ആ നിമിഷം മുതൽ നിങ്ങൾ അവരുടെ മനസ്സിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ടാണ് ഇപ്പോൾ താങ്കൾ പങ്കെടുക്കുന്ന ഒരു പരിപാടികളിലും വലിയ ജനസ്വീകാര്യത ഇല്ലാതായി പോകുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ ജനങ്ങളെ നിങ്ങൾ പരിഹസിക്കരുത്, പരീക്ഷിക്കരുത്. അവിടെയാണ് ഷാഫി പറമ്പിൽ തോറ്റുപോയത്. അതുകൊണ്ട് ഷാഫി പറമ്പിലൊന്നും KPCC പ്രസിഡന്റ് ആകാൻ ഇപ്പോൾ നടക്കില്ല. പക്ഷേ നടക്കുമായിരുന്ന കാലമായിരുന്നു, സാഹചര്യമായിരുന്നു. പക്ഷേ അതൊക്കെ ഇല്ലാതാക്കിയതും ഷാഫി പറമ്പിൽ തന്നെയാണ്. അതുകൊണ്ട് കാലം ഒരുപാട് ഇനിയും ബാക്കിയുണ്ട്. ആ കാലം കാത്തുവച്ചിരിക്കുന്ന കാവ്യനീതിക്ക് വേണ്ടിയിട്ട് ഇനിയും കുറച്ചു കാലം കൂടി കാത്തിരിക്കുക എന്നതാണ് ഷാഫി പറമ്പിൽ ചെയ്യേണ്ടത്. അപ്പോൾ നിലവിലിവിടെ മന്ത്രി സണ്ണി ജോസഫാണ് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നത്. മഴക്കാലം എത്തിയതോടെ വൈദ്യുതി വകുപ്പ് മന്ത്രി എന്ന നിലയിലുള്ള ഔദ്യോഗിക തിരക്കുകൾ കാരണം സംഘടനാ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. അതിനാൽ തന്നെ സണ്ണി ജോസഫിൻ്റെ പിൻഗാമിയായിട്ട് പുതിയൊരു അധ്യക്ഷൻ വളരെ അടിയന്തരമായിട്ട് ചുമതലയേൽക്കേണ്ടതുകൊണ്ട് അത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മുഴുനീള ഒരു പ്രസിഡന്റ് ആവുകയും വേണം. സംഘടനയിൽ 3 വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ടായിരുന്നെങ്കിലും ഭരണത്തിലേക്ക് കടന്നതോടെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായി. അതിൽ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ AP അനിലിനും PC വിഷ്ണുനാഥിനും മന്ത്രിസ്ഥാനം ലഭിച്ചതോടെ അവർ സംഘടനാ ചുമതലകളിൽ നിന്ന് വിടുതൽ വാങ്ങിക്കഴിഞ്ഞു. അപ്പോൾ 3ാമത്തെ വർക്കിംഗ് പ്രസിഡന്റായിട്ട് ഷാഫി പറമ്പിൽ MP ആവശ്യഘട്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ തലസ്ഥാനത്ത് എത്തുന്നത് പോലും. തലസ്ഥാനത്ത് നിന്നല്ല ഷാഫി പറമ്പിലിന് കേരളത്തിൻ്റെ ഒരു സ്ഥലത്ത് ഇപ്പോൾ എത്താൻ കഴിയില്ല. കാരണം ജനം വെറുത്തുപോയൊരു നേതാവായി ഷാഫി പറമ്പിൽ മാറിയതുകൊണ്ടാണ്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്ന EM ലിജു മന്ത്രിയായതോടെ പാർട്ടി ഓഫീസിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനും ആളില്ലാത്ത അവസ്ഥയായി. അപ്പോൾ മുൻനിര നേതാക്കളെല്ലാം മന്ത്രിസഭയിലും ഭരണകാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ തിരിച്ചതോടെ പാർട്ടി ആസ്ഥാനവും പാർട്ടിയും നാഥനില്ല കളരിയായി മാറിയെന്ന വിമർശനം അണികൾക്കിടയിൽ അടക്കം ശക്തമായി. തങ്ങൾക്ക് ലഭിച്ച ഭൂരിപക്ഷത്തിൻ്റെ ബലത്തിലാണ് പരസ്യമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് കടക്കാതെ പാർട്ടി തൽക്കാലം മുന്നോട്ട് പോകുന്നത്. എന്നാൽ വിഴിഞ്ഞ ഓഹരി വിൽപ്പന, പുതിയ മദ്യനയം, PM ശ്രീ പദ്ധതി തുടങ്ങിയ വിഷയങ്ങൾ മുന്നണിക്കുള്ളിൽ ചർച്ചകളും വ്യക്തമായിട്ടുള്ള ധാരണകളും ഉണ്ടാകണമെന്ന് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളും അവരാവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അധ്യക്ഷനില്ലാതെ UDF യോഗം വിളിച്ചു ചേർക്കാനാകില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ്. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഡൽഹി മോഡൽ നിരീക്ഷകരുടെ പരിശോധനയിലൂടെ പുതിയ അധ്യക്ഷനെ കണ്ടെത്താമെന്ന് AICC ജനറൽ സെക്രട്ടറിമാർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ആ പ്രക്രിയയും വൈകുകയാണ് ചെയ്തത്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവും ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളുടെ വിഭജനവുമെല്ലാം സംഘടനാ ഘടകകക്ഷികളുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങളടക്കം UDFന് മുമ്പിലുണ്ട്. UDFിലെ പ്രശ്നങ്ങൾ ഭരണപരമായിട്ടുള്ള ഏകാപനമില്ലായ്മ, അത് പരിഹരിക്കാൻ ഉടൻ തന്നെ അധ്യക്ഷനെ പ്രഖ്യാപിക്കണമെന്നാണ് ഘടകകക്ഷികളുടെയും താഴെത്തട്ടുള്ള പ്രവർത്തകരുടെയും അടക്കം ആവശ്യം. അതായത് പുതിയ KPCC അധ്യക്ഷൻ വരുന്നതോടെ UDF യോഗങ്ങൾ പുനരാരംഭിക്കാമെന്നും മുന്നണിയുടെ പ്രവർത്തനങ്ങൾ അത് ഊർജ്ജസ്വലമാക്കാമെന്നുമാണ് കണക്കുകൂട്ടുന്നത്.
ഹൈക്കമാൻഡ് തലത്തിൽ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന നിർണായകമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക. സണ്ണി ജോസഫിന് പകരക്കാരനായിട്ട് കൊടിക്കുന്നിൽ സുരേഷോ അല്ലെങ്കിൽ മറ്റ് സർപ്രൈസ് പേരുകളോ വരുന്നത് എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഹൈക്കമാൻഡിൻ്റെ അന്തിമ തീരുമാനത്തിനായിട്ട് കാത്തിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. ഇവിടെ കൊടിക്കുന്നിൽ സുരേഷ് KPCC പ്രസിഡന്റ് ആകുന്ന ഘട്ടത്തിലേക്ക് എത്തുകയാണ് എന്നതാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഈ നാഥനില്ല കളരിയായി മാറിയ ഇന്ദിരാഭവൻ വീണ്ടും ഈ പറയുന്ന പോലെ ഒരു നാഥൻ ഉണ്ടാകാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. KPCC അധ്യക്ഷനെയും മറ്റ് ഭാരവാഹികളുമൊക്കെ തിരഞ്ഞെടുക്കുന്നതിലുള്ള അനിശ്ചിതത്വം നീളുന്നതോടുകൂടി കോൺഗ്രസിനും UDF-നും ഒക്കെ വലിയ പ്രതിസന്ധി രൂക്ഷമാകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. UDF യോഗം വിളിക്കണമെങ്കിൽ പോലും KPCCക്ക് ഒരു പുതിയ അധ്യക്ഷനെ കണ്ടെത്തണം, അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കണം, എങ്കിൽ മാത്രമേ UDF യോഗം പോലും വിളിക്കാൻ കഴിയൂ. അങ്ങനത്തെ ഗതികേടിലാണ് കോൺഗ്രസ് പാർട്ടി. കോൺഗ്രസ് ഇപ്പോൾ നാഥനില്ലാത്തൊരു കളറിയായിട്ട് മാറിക്കഴിഞ്ഞു. നേതാവില്ലാതെ KPCCക്ക് പുതിയ അധ്യക്ഷൻ എന്ന് വരുമെന്നുള്ള കാത്തിരിപ്പിലാണ് അണികൾ. രാഹുൽ ഗാന്ധി ഇപ്പോൾ യാത്രകളൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ചർച്ചകൾ സജീവമാകുന്നുണ്ട്. കൊടിക്കുന്നിൽ വാനോളം പ്രതീക്ഷയിലുമാണ്. അതായത് മല്ലികാർജ്ജുന ഖാർഗെയുടെ മനസ്സിൽ ദളിത് നേതാവിന് അനുകൂലമായിട്ടുള്ള തരംഗം, ഒരു പ്രതീക്ഷ, അത് കൃത്യമായിട്ടും മല്ലികാർജ്ജുന ഖാർഗെ പ്രകടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷ് KPCC പ്രസിഡന്റാവും ഉറപ്പ്.